CPM-ന്റെ കൊലപാതക രാഷ്ട്രീയത്തിൻ്റെ എതിരായിട്ടുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള വിധിയാണ് ഇന്ന് കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത്. എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ച് പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടി സർക്കാർ നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ പൂർണ്ണമായും പരാജയപ്പെട്ട നിമിഷം. കൃപേഷിൻ്റെയും ശരത്ലാലിൻ്റെയും കുടുംബത്തിന് മാത്രമല്ല, മാർക്സിസ്റ്റുകാർ അരിഞ്ഞു വീഴ്ത്തിയിട്ടുള്ള നൂറുകണക്കിന് രക്തസാക്ഷി കുടുംബങ്ങളിലെ അമ്മമാരും സഹോദരിമാർക്കും നീതി കിട്ടുന്ന ദിവസം കൂടിയാണ് ഇന്ന്. ഈ കേസിൻ്റെ ആരംഭം തൊട്ട് പ്രതികളെ സംരക്ഷിക്കാൻ, അവർക്ക് എല്ലാവിധ സംരക്ഷണ കവചവും ഒരുക്കാൻ CPM സദാ സന്നദ്ധരായിരുന്നു. ഗവൺമെൻറ് പ്രതികൾക്കാണ് സംരക്ഷണ കവചം ഒരുക്കിയത്, ഇരകൾക്കല്ല. ഇവിടെ 1.17 കോടി രൂപ സംസ്ഥാന ഖജനാവിൽ നിന്നും ചെലവഴിച്ചിട്ടാണ് അവർ കേസ് നടത്തിയത്. ആത്മാഭിമാനമുണ്ടെങ്കിൽ ആ 1.17 കോടി രൂപ മടക്കി നൽകാൻ CPM തയ്യാറാകണം. ഈ കേസിന് വേണ്ടി ചെലവഴിച്ച, കൊലപാതകികൾക്ക് വേണ്ടി ചെലവഴിച്ച തുക കേരളത്തിലെ ജനങ്ങളുടെ നികുതി പണം എടുത്തിട്ടല്ല കൊലപാതകികളെ സംരക്ഷിക്കാൻ വേണ്ടി നടത്തേണ്ടത്. ഈ വിധിയിലൂടെ വ്യക്തമായിരിക്കുകയാണ് അവർ കൊലപാതകികളാണെന്ന്. ആ കൊലപാതകികൾക്ക് വേണ്ടി നിങ്ങൾ ചെലവഴിച്ച തുക തിരിച്ചടക്കാൻ തയ്യാറാകണം എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഈ വിധി CPM-ന്റെ അക്രമ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള ശക്തമായ വിധിയാണ്. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് അല്ല, ക്രിമിനൽ പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റാണ് എന്ന് അവർ ഒരിക്കൽ കൂടി കമ്മ്യൂണിസം മാറ്റി ക്രിമിനലിസത്തിലേക്ക് അവർ പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പം കേരളത്തിലുള്ളത്. അതിന് ഏറ്റ തിരിച്ചടിയാണ് ഈ വിധി. അല്ല, കുടുംബത്തിൻ്റെ ഒരു റിയാക്ഷൻ ഞാൻ കാണുകയുണ്ടായി. കുടുംബവും ആലോചിച്ചിട്ട് ഭാവി കാര്യങ്ങൾ പാർട്ടി തീരുമാനിക്കും. അതെ അതെ, അത് പറഞ്ഞു. അതുകൊണ്ടാണ് പറഞ്ഞത്. ഞാൻ നാളെ അവരെ വീട്ടിലൊക്കെ പോകുന്നുണ്ട്. കുടുംബത്തെ കണ്ട് പാർട്ടി ആ കാര്യങ്ങൾ ആലോചിച്ചിട്ട് പാർട്ടി തീരുമാനമെടുക്കും.